എല്ലാവർക്കും നമസ്കാരം. ലീഗൽ എക്സ്പേർട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അഖിൽ ചന്ദ്രൻ. ഈ സെഷനിൽ നമുക്ക് ഭരണഘടനയിലെ പ്രിയാമ്പിൾ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ് പ്രിയാമ്പിൾ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങളൊരു നോവൽ വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറുകഥ വായിക്കുകയാണ്. ആ പുസ്തകത്തിന്റെ ആദ്യം ഒരു മുഖവുര, അല്ലെങ്കിൽ അവതാരിക, അല്ലെങ്കിൽ പ്രിഫേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് തന്നെയാണ് പ്രിയാമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിലെ എന്താണ് നമ്മുടെ ഭരണഘടനയിൽ അടങ്ങിയിട്ടുള്ളത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം എന്താണ് എന്ന് വിശദമാക്കുന്ന സ്ഥലമാണ് പ്രിയാമ്പിൾ. It is also known as an introduction or preface to the Indian Constitution. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, ഓൾഡസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് USA ആണ്. USA നിന്ന് തന്നെയാണ് പ്രിയാമ്പിൾ എന്നുള്ള കൺസെപ്റ്റ് ഉടലെടുക്കുന്നത്. US കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആദ്യം പ്രിയാമ്പിൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായത്. അതിനുശേഷമാണ് ഭൂരിഭാഗം രാജ്യങ്ങളും ആ ആശയം കടമെടുത്ത് അവയുടെ ഭരണഘടനയിൽ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ഭാഗം കൂട്ടിച്ചേർത്തത്. നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ച വന്നാലും നമുക്ക് മറക്കാനാകാത്ത ഒരു പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര്. Who is the father of our preamble? Who is the founder of our preamble? എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണത്. ഫൗണ്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഫാദർ ഓഫ് ദ പ്രിയാമ്പിൾ എന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ ഫാദർ ഓഫ് ദ പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒറിജിൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞെന്ന് എനിക്ക് അറിയാം. അതിൽ കൃത്യമായി ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നുള്ള ടേമിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളൊരു ടേം എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം രൂപീകരിച്ച ഒരു സമിതിയാണ്, അല്ലെങ്കിൽ ഒരു സഭയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ സഭയിൽ അല്ലെങ്കിൽ ആ അസംബ്ലിയിൽ ഒരു അംഗമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, അതായത് ചില കമ്മിറ്റികളുടെ, വളരെ പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളുടെ തലവൻ ഇദ്ദേഹമായി. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം, ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ജനുവരി 22, 1947. ജനുവരി 22, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് വിളിപ്പേൽ അറിയപ്പെടുന്ന ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. ആ അസംബ്ലി ആ റെസൊല്യൂഷൻ പാസാക്കി. ആ റെസൊല്യൂഷനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളായി നമ്മൾ അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ എന്നൊക്കെ ചോദ്യം വന്നാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് ഉത്തരം നൽകുന്നത്. അദ്ദേഹം അവതരിപ്പിച്ച റെസൊല്യൂഷനാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ജനുവരി 22, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയില് ഈ റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. പ്രിയാമ്പിൾ എന്താണെന്ന് മനസ്സിലാക്കാം. പ്രിയാമ്പിൾ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 4 ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് ഞാനിവിടെ തിരിച്ചിട്ടുള്ളത്. 1, സോഴ്സ് ഓഫ് അതോറിറ്റി. 2, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്.
3 ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, 4 ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. അതായത് ഈ 4 കാര്യത്തിനുമുള്ള, അല്ലെങ്കിൽ ഇത് ചോദ്യമായി ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് കിട്ടും. നമ്മുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. We the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic and republic എന്നാണ് നമ്മുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത്. ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താണ്? സോഴ്സ് ഓഫ് അതോറിറ്റി. ഫ്രം വെയർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗെറ്റ്സ് സോഴ്സ് ഓഫ് അതോറിറ്റി. എവിടെ നിന്നാണ് ഭരണഘടനയ്ക്ക് സോഴ്സ് ഓഫ് അതോറിറ്റിക്കുള്ള പവർ കിട്ടുന്നത്? അതിനുള്ള ഉത്തരം ഫ്രം ദ പീപ്പിളിൽ നിന്നാണ്, ഫ്രം ദ പീപ്പിൾ ഓഫ് അവർ കൺട്രിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പ്രിയാമ്പിൾ തുടങ്ങുന്നത് തന്നെ. സോഴ്സ് ഓഫ് അതോറിറ്റി ഏതാണ്? അപ്പോൾ പീപ്പിൾ ആണ് സോഴ്സ് ഓഫ് അതോറിറ്റി. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റിലേക്ക് കിടക്കാം, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. അതായത് ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് കിട്ടും. അതാണ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് കിട്ടും. നമ്മുടെ രാജ്യം നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സോഷ്യലിസ്റ്റ് ആയിരിക്കും, സെക്യുലർ ആയിരിക്കും, ഡെമോക്രാറ്റിക് ആയിരിക്കും, റിപ്പബ്ലിക് ആയിരിക്കും. അതിലേക്ക് നമ്മൾ വരികയാണ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റിനുള്ള ഉത്തരം പ്രിയാമ്പിളിൽ നിന്ന് കിട്ടും. ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന, അടിസ്ഥാനപരമായി കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് കിട്ടും. അതായത് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, സെക്യുലർ ആയിട്ടുള്ള, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ഒരു റിപ്പബ്ലിക് ആയിട്ടുള്ള, ഒരു സോവറിൻ ആയിട്ടുള്ള ഒരു രാജ്യത്തെ ഒരു ഭരണ സംവിധാനം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഭരണഘടന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഇൻഗ്രീഡിയന്റിലേക്ക് കിടക്കാം, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്നുള്ളത്. എന്തെന്നാൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം പ്രിയാമ്പിളിൽ ഈ ഒരു ഒറ്റ ഡേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് ഡേറ്റ് ആണത്? നവംബർ 26, 1949. അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ നിയമദിനമായി നമ്മൾ ആചരിക്കുന്ന ഡേറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഡേറ്റ് നവംബർ 26, 1949. ആ ദിവസത്തിലാണ് നമ്മുടെ പ്രിയാമ്പിള് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് എവിടെയാണ്? പ്രിയാമ്പിളിലാണ്. അപ്പൊ പ്രിയാമ്പിളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒറ്റ ഡേറ്റേ ഉള്ളൂ. അത് ജാനുവരി 26, 1950 അല്ല. അത് റിപ്പബ്ലിക് ഡേ ആണ്. അത് ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് ആണ്. ഭരണഘടന അഡോപ്റ്റ് ചെയ്ത, അംഗീകരിച്ച ഡേറ്റ് ഏതാണ്? നവംബർ 26, 1949 ആണ്. അത് പ്രിയാമ്പിളിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 ഇൻഗ്രീഡിയന്റ് ആണ് പ്രിയാമ്പിളിൽ പ്രധാനമായിട്ടുള്ളത്. ഫ്രം വെയർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗെറ്റ്സ് ഇറ്റ് സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് ചോദിച്ചാൽ പീപ്പിളിൽ നിന്നാണ് എന്നാണ് പ്രിയാമ്പിൾ നിസ്സംശയം പറയുന്നത്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സ്വഭാവം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നതും പ്രിയാമ്പിളിൽ നിന്നാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നത് പ്രിയാമ്പിളിൽ നിന്നാണ്. ഡേറ്റ് ഓഫ് അഡോപ്ഷൻ,
ഏത് ഡേറ്റിലാണ് നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിനുമുള്ള ഉത്തരം എവിടെ നിന്ന് കിട്ടും? പ്രിയാമ്പിളിൽ നിന്ന് കിട്ടും. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നവംബർ 26, 1949 ആണ്. ലോർഡ് ഡേ ആണ് കേട്ടോ. ജാനുവരി 26, 1950 ഉണ്ട്. അത് കൺഫ്യൂഷൻ വരരുത്, രണ്ട് ഡേറ്റ് ഉണ്ട്. കേം ഇൻ ടു ഫോഴ്സ് ആണ് ജാനുവരി 26, 1950 അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ. അഡോപ്റ്റഡ് ആണ് നവംബർ 26, 1949 അല്ലെങ്കിൽ ലോർഡ് ഡേ. ഈ 4 ഇൻഗ്രീഡിയന്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വലിയൊരു വാചകം പറഞ്ഞല്ലോ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളൻലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞല്ലോ. അതില് കുറച്ച് ടേമുകളുണ്ട്, 6 ടേം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടേമുകളുടെ അർത്ഥം കൂടി ഒന്ന് നമ്മുടെ പരിചയപ്പെട്ടു പോകണം. അതിൽ നിന്നൊക്കെ ചിലപ്പോ ചോദ്യം ചോദിക്കാം. ഇനി ചില ടേമുകളുണ്ട്, ജസ്റ്റിസ് ഉണ്ട്, ലിബർട്ടി ഉണ്ട്, എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്. അതൊന്നും അത്ര വലിയ പ്രാധാന്യമുള്ള മേഖല അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയാത്തത്. പക്ഷെ ഈ 6 മേഖലയും വളരെ, ഈ 6 ടേമുകളും പ്രിയാമ്പിളുള്ള ടേമുകളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ ടേമാണ് സോവറിൻ. എന്താണ് സോവറിൻ? മലയാളത്തിൽ പരമാധികാരം എന്നൊക്കെ പറയും. ഇന്ത്യ is a neither dependent on any other country. ഡിപ്പെൻഡന്റ് ഉദ്ദേശിക്കുന്നത് പരസ്പര സഹകരണം ഉണ്ടാവും. പക്ഷെ ഇന്ത്യ ഒരു പരമാധികാരമായ ഒരു രാജ്യമാണ്. മറ്റൊരു രാജ്യത്തിന് അനധികൃതമായി ഇന്ത്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമോ? ഇല്ല. സോ ഇന്ത്യ is a sovereign country. പരമാധികാരമായ ഒരു രാജ്യമാണ്. അതാണ് സോവറിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇന്റർവെൻഷൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് പരമാധികാരമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ആ വിഷയത്തെ സമീപിക്കുന്നത്. ചൈന ഇന്റർവെൻഷൻ നടത്തുന്നു, പാകിസ്ഥാൻ ഇന്റർവെൻഷൻ നടത്തുന്നു. അഗെയിൻസ്റ്റ് ദ സോവറിൻ ഓഫ് അവർ കൺട്രി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് സോവറിൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ വാക്ക്, ഇതൊക്കെ ഈ 6 വാക്കുകളും പ്രിയാമ്പിളുള്ള വാക്കുകളാണ്. രണ്ടാമത്തെ വാക്ക് സോഷ്യലിസ്റ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. കാരണം 1991 USSR തകർന്നതിന് ശേഷം ഈ ആശയത്തിന് വ്യത്യസ്തമായ പല തലങ്ങളും പല സമീപനങ്ങളും ഈ ആശയത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ തുടക്ക സമയത്ത്, അതായത് നെഹ്റുവിയൻ കൺസെപ്റ്റ് ഒക്കെ USSR ഒക്കെ സ്ട്രോങ് ആയിരുന്ന സമയത്ത് നെഹ്റുവിയൻ കൺസെപ്റ്റ് ഒക്കെ കൂടുതലും സോഷ്യലിസവുമായി അടുത്ത് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ പഞ്ചവത്സര പദ്ധതികളും സ്റ്റാലിന്റെ പഞ്ചവത്സര പദ്ധതികളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെഹ്റു. ഇപ്പൊ പക്ഷെ പഞ്ചവത്സര പദ്ധതികളൊക്കെ നിർത്തലാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് 91 USSRന്റെ തകർച്ചയ്ക്ക് ശേഷം 91-92 കാലഘട്ടത്തില് ന്യൂ എക്കണോമിക് പോളിസീസ് അല്ലെങ്കിൽ നിയോ ലിബറൽ എക്കണോമിക് പോളിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ളത് ഒരു കേവലം ഒരു ഇനിക്വാലിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നൊരു ചെറിയൊരു കൺസെപ്റ്റിലേക്ക് മാത്രം നമ്മുടെ രാജ്യത്തെ കൺസെപ്റ്റ് ഒതുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് വ്യത്യസ്തമായ കോടതി വിധികൾ സോഷ്യലിസ്റ്റ് ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മുടെ രാജ്യം ഒരു ക്ലോസ്ഡ് എക്കണോമിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എല്ലാ സ്ഥാപനങ്ങളും ദേശസാൽകൃതവൽക്കരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കല്ല പോകുന്നത്. USSR ഒക്കെ ആ ഒരു കൺസെപ്റ്റിലായിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യം ആ ഒരു കൺസെപ്റ്റിലല്ല പോകുന്നത്. മിക്സ്ഡ് എക്കണോമിയാണ് കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ളത് ഇനിക്വാലിറ്റി കുറയ്ക്കുക, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭരണഘടനയിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് വിവിധങ്ങളായ കോടതി വിധികളിലൂടെ പറയുന്നത്. ക്ലോസ്ഡ് എക്കണോമി അല്ല ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വിശദമായി സ്പഷ്ടമായി പല കോടതി വിധികളിലും പറഞ്ഞിട്ടുണ്ട്. മിക്സ്ഡ് എക്കണോമിയാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് 91 പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം. ഓക്കെ, അതാണ് രണ്ടാമത്തെ ടേം സോഷ്യലിസ്റ്റ്. മൂന്നാമത്തെ ടേം എല്ലാവർക്കും അറിയാമല്ലോ, സെക്യുലറിസം, മതനിരപേക്ഷത.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മതമില്ലാത്ത അവസ്ഥയല്ല മതനിരപേക്ഷത എന്നുള്ളത്. മതമുണ്ട്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക. എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു വിശാലമായ ഒരു കൺസെപ്റ്റാണ് ഈ സെക്യുലറിസം എന്നുള്ള ഈ കൺസെപ്റ്റ്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത കൺസെപ്റ്റ് ആണ് ഡെമോക്രാറ്റിക് എന്നുള്ളത്. അടുത്ത വേർഡ് പ്രിയാമ്പിളുള്ള ഡെമോക്രാറ്റിക് എന്താണ്? ജനാധിപത്യ രാജ്യമായിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. 5 വർഷം കൂടുമ്പോൾ നമ്മൾ പാർലമെന്റിലേക്കും 5 വർഷം കൂടുമ്പോൾ നിയമസഭയിലേക്കും 5 വർഷം കൂടുമ്പോൾ നമ്മൾ ത്രിതല പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും ഒക്കെ വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുന്നു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഒരു ഭരണകൂടം ഉണ്ടാക്കുന്നു. ആ ഭരണകൂടം നമ്മളെ ഭരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ കൺസെപ്റ്റ് പറയുന്നത് പ്രിയാമ്പിൾ ആണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിരിക്കും എന്ന് പറയുന്നത് പ്രിയാമ്പിൾ. ഈ 6 ടേമിൽ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടേമാണ് റിപ്പബ്ലിക് എന്നുള്ളത്. എന്താണ് റിപ്പബ്ലിക്? സ്ഥിരമായ ഒരു ചോദ്യം ഈ ഭാഗത്ത് വരാറുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ റിപ്പബ്ലിക്? പലർക്കും അറിയില്ലാത്തതാണ്. റിപ്പബ്ലിക് ഡേ എന്താണെന്ന് അറിയാം. ജനുവരി 26 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ വന്ന ഡേ ആണ് റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ വാട്ട് ഡു യു മീൻ ബൈ റിപ്പബ്ലിക് എന്ന് ചോദിച്ചാൽ വേറെയാണ് ഉത്തരം. അതായത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ 2 രീതിയിലുള്ള ഭരണകൂടമുണ്ട്. റിപ്പബ്ലിക് ഭരണകൂടമുണ്ട്, മൊണാർക്കി ഫോളോ ചെയ്യുന്ന ഭരണകൂടമുണ്ട്. ഈ മൊണാർക്കി ഫോളോ ചെയ്യുന്ന ഭരണകൂടത്തിന് ഉദാഹരണമാണ് ബ്രിട്ടൻ എന്നുള്ളത്. ബ്രിട്ടനിലെ രാജ്ഞി നിങ്ങൾ കേട്ടിട്ടില്ലേ? ബ്രിട്ടനിലെ രാജ്ഞി മരണപ്പെടുകയാണെങ്കിൽ അടുത്ത തലമുറയിൽപ്പെട്ട ആളായിരിക്കും ബ്രിട്ടനിലെ ഭരണത്തലവൻ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരുന്നത്. അവിടെ സക്സഷൻ പോലെയാണ്. അടുത്ത ജനറേഷനിൽപ്പെട്ട ആൾ വരുന്നത്. അതാണ് മൊണാർക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ബ്രിട്ടനിൽ ആ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ അങ്ങനെയാണോ? അല്ല. നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആണ്. നമ്മൾ MLA മാര് ഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്ത് വിടുന്നു. MP മാര് ഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്ത് വിടുന്നു. അതുകൂടെ തന്നെ അവര് ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിന് വേണ്ടി വോട്ട് ചെയ്യുന്നു. അപ്പം എന്തായാലും പ്രസിഡന്റ് ഒരു എലക്റ്റഡ് ഹെഡ് ആണല്ലോ. പ്രസിഡന്റ് എലക്റ്റഡ് ഹെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എലക്റ്റഡ് ആണെങ്കിൽ ആ സ്റ്റേറ്റ് റിപ്പബ്ലിക് സ്റ്റേറ്റ് ആയിരിക്കും. ഇന്ത്യ അതുകൊണ്ടാണ് റിപ്പബ്ലിക് സ്റ്റേറ്റ് ആവുന്നത്. കാരണം രാംനാഥ് കോവിന്ദ് നമ്മുടെ പ്രസിഡന്റ് എലക്റ്റഡ് ഹെഡ് ആണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് നിസ്സംശയമായി എവിടെ പറയുന്നു? പ്രിയാമ്പിളിൽ പറയുന്നു. ഭരണഘടന നിലവിൽ വന്ന ദിവസം മാത്രമല്ല റിപ്പബ്ലിക് ഉദ്ദേശിക്കുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ we have an elected head. That is രാംനാഥ് കോവിന്ദ്, പ്രസിഡന്റ് ഓഫ് അവർ കൺട്രി. അടുത്തതാണ് ഫ്രട്ടേണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫ്രട്ടേണിറ്റി? ഫ്രട്ടേണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ സാഹോദര്യം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഫ്രട്ടേണിറ്റി. പക്ഷെ അതിന് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. നമ്മൾ പാർട്ട് 2 പഠിക്കുമ്പോൾ ആർട്ടിക്കിള് 2 മുതൽ 5 വരെയൊക്കെ പഠിക്കുമ്പോൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായും നമ്മുടെ രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അത് ഈ ഫ്രട്ടേണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അത് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഫ്രട്ടേണിറ്റി. ഓക്കെ. അപ്പൊ ഈ 6 ടേം വളരെ പ്രധാനപ്പെട്ട ടേമുകളാണ്. 6 ടേമും വളരെ ശ്രദ്ധയോടെ പഠിച്ചു പോവുക. ഇനിയും കുറച്ച് ടേമുകളൊക്കെ പ്രിയാമ്പിൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്വാലിറ്റി പറയുന്നുണ്ട്, ജസ്റ്റിസ് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി വെച്ച് ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങൾ അതിൽ നിന്നൊക്കെ ഉണ്ടാകും. റിപ്പബ്ലിക് പ്രത്യേകം ശ്രദ്ധിച്ചു പോകുക. അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രിയാമ്പിൾ എഴുതിയിട്ടുണ്ട്, പാർട്ട് എഴുതിയിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു ഹീറ്റഡ് ഡിബേറ്റ് ആയിരുന്നു പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള വലിയൊരു ഡിബേറ്റ് നമ്മുടെ രാജ്യത്ത് നടന്നിരുന്നു. അത് എവിടെയാണ് നടക്കുന്നത്? സമൂഹത്തിൽ നടക്കും. പക്ഷെ ആരതിന് അന്തിമമായി തീരുമാനമെടുക്കുന്നത്? പാർലമെന്റ് ആണ്. ഇവിടെ IAS IPS ഓഫീസേഴ്സ് ആണ്.
അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരാണോ? അല്ല. അത് തീരുമാനം എടുക്കുന്ന ആരാണ്? പ്രൊട്ടക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം വന്നാലും പ്രൊട്ടക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മൾ കോടതികളാണ് അതിന് തീർപ്പ് കൽപ്പിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, whether preamble is the part of the constitution എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് നമ്മുടെ സുപ്രീം കോടതിയാണ്. ഈ 3 പ്രധാനപ്പെട്ട കേസ് ലോസിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് പ്രിയാമ്പിൾ ഭരണഘടനയുടെ പാർട്ട് ആണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത്. 3 കേസ് ലോസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ചു പോവുക. ഒന്നാമത്തെ കേസ് ലോ ബെറുബറി യൂണിയൻ കേസ് 1960, 1960 ബെറുബറി യൂണിയൻ കേസ്. ബെറുബറി യൂണിയൻ കേസിന്റെ പ്രത്യേകത അതിൽ അടിസ്ഥാനപരമായി അതിൽ പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ അതിൽ പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്നവിറ്റബിൾ, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസേൺ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കേസ് ലോസ് ആണ് ബെറുബറി യൂണിയൻ കേസ് 1960. പക്ഷെ അതിന് അന്തിമ വിധി എന്തായിരുന്നു? അന്തിമ വിധി പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ബെറുബറി യൂണിയൻ കേസ് 1960 വിധി. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കേസ്. രണ്ടാമത്തെ കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973. ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, 1960, 1973. 2021 കിളി എഴുതുന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ധാരാളം സബ്ജക്റ്റുകളിൽ കേൾക്കാൻ പോകുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അടുത്തിടെ മരണപ്പെട്ട എടനീർ മഠാധിപതിയാണ് കേശവാനന്ദ ഭാരതി. ആ കേസിൽ ആണ് പറയുന്നത് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അടിവരയിട്ട് വളരെ സ്പഷ്ടമായി വ്യക്തമായി പ്രിസൈസ് ആയി സുപ്രീം കോടതി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 1973 പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 1973. ഒരു കേസ് കൂടിയുണ്ട്, LIC ഓഫ് ഇന്ത്യ കേസ് 1995. LIC ഓഫ് ഇന്ത്യ കേസ് 1995. ഡേറ്റ് ശ്രദ്ധിക്കുക, 1960, 1973, 1995. ഈ മൂന്നാമത്തെ കേസ് അത്ര വലിയ പ്രാധാന്യമില്ല, കാരണം കേശവാനന്ദ ഭാരതി കേസിലെ വിധി തന്നെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു LIC ഓഫ് ഇന്ത്യ കേസിലെ 1995 വിധി. അതായത് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് LIC ഓഫ് ഇന്ത്യ കേസ് 1995 പറയുന്നത്. ഞാനിപ്പോ 2021 നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉത്തരം? യെസ്, പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് LIC ഓഫ് ഇന്ത്യ കേസ് 1995 കേശവാനന്ദ ഭാരതി കേസ് 1973 ഒക്കെയുള്ള ആ വിധിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനെ ഓവർ റൂൾ ചെയ്തുള്ള ഒരു വിധി ഇതുവരെ 2021 വരെ വന്നിട്ടില്ല. ബെറുബറി യൂണിയൻ കേസ് ഓവർ റൂൾ ചെയ്തതിനു ശേഷമാണ് കേശവാനന്ദ ഭാരതി കേസ് 1973 വിധിയും LIC ഓഫ് ഇന്ത്യ കേസ് 1995 വിധിയും നിലവിൽ വന്നത്. ഓക്കെ, അപ്പോ ആ 3 കേസ് ഓർഡറോടെ പഠിച്ചു പോവുക. ബെറുബറി യൂണിയൻ കേസിന് പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കേശവാനന്ദ ഭാരതി കേസ് 1973 പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. LIC ഓഫ് ഇന്ത്യ കേസ് 1995 പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാണ്, അമെൻഡബിലിറ്റി ഓഫ് പ്രിയാമ്പിൾ. എന്താണ് അമെൻമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലയാളത്തിൽ ഭേദഗതി ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എന്തും കാലത്തിനനുസരിച്ച് കാലഹരണപ്പെടാം. ഭരണഘടനയിലെ ചില ഭാഗങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് കാലഹരണപ്പെട്ടേക്കാം. അങ്ങനെ കാലഹരണപ്പെടുകയാണെങ്കിൽ ആ ഭാഗം മാറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ ഭാഗം ചേർക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ ഇല്ലാതാക്കാതെ പുതിയൊരു ഭാഗം ചേർക്കാം. അങ്ങനെയൊക്കെ ഭരണഘടനയിലേക്ക് മാറ്റം വരുത്തുന്നതിനെയാണ് അമെൻമെന്റ് എന്നൊക്കെ പറയുന്നത്. ആർട്ടിക്കിൾ 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. നമുക്ക് പിന്നീട് പഠിക്കാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കേശവാനന്ദ ഭാരതി കേസ് ഇതുമായി ബന്ധപ്പെട്ടാണ്. whether preamble can be amended or not. ഇതും
ഇതുപോലെ തന്നെ പ്രിയാമ്പിൾ ഭരണഘടനയുടെ പാർട്ടാണോ എന്ന ചോദ്യം പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ നമ്മുടെ രാജ്യം ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു whether preamble can be amended or not. സുപ്രീം കോടതി നിസ്സംശയമായി അതിനും ഉത്തരം നൽകി. കേശവാനന്ദ ഭാരതി കേസ് 1973 വിധി എന്തായിരുന്നു? ഇത് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇതിനും പറഞ്ഞതാണ് പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ്. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെടാം, പക്ഷെ സബ്ജക്ട് ടു ചില നിയന്ത്രണങ്ങളുണ്ട്. ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള പ്രിയാമ്പിളിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് മുതലായ ബേസിക് ആയിട്ടുള്ള ടേമുകളൊന്നും നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതായത് നാളെ നമ്മുടെ രാജ്യത്ത് സോഷ്യലിസ്റ്റ് രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ സെക്യുലർ അല്ലാത്ത രാജ്യത്തു നിന്നോ ഉള്ള ഒരു അമെൻഡ്മെന്റ് വരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ബേസിക് സ്ട്രക്ചർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് എന്ന് അടിവരയിട്ട് കേശവാനന്ദ ഭാരതി കേസ് 1973 കൃത്യമായി പറയും. അപ്പോ whether preamble can be amended എന്ന് ചോദിച്ചാൽ yes, preamble can be amended. Whether preamble is a part of the constitution എന്ന് ചോദിച്ചാൽ yes, preamble is a part of the constitution as per കേശവാനന്ദ ഭാരതി കേസ് 1973 and LIC of India case 1995. Berberi Union case 1960 was overruled by Keshavananda Bharati case 1973 and again reaffirmed by Honorable Supreme Court in LIC of India case 1995. And amendability of the preamble is concerned, Keshavananda Bharati case again said that the preamble can be amended subject to basic structure of our constitution should be protected, should not be amended. എന്നാണ് കോടതി എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ പ്രിയാമ്പിൾ എന്ന ചോദ്യം വന്നാൽ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്? 5 ആണോ, 4 തവണയാണോ, 3 തവണയാണോ? എത്ര തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്? പ്രിയാമ്പിൾ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇത് പഠിക്കേണ്ടത് ഒരൊറ്റ ഡേറ്റ് മാത്രമേ പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, November 26, 1949. അതുപോലെ തന്നെ ഒരു തവണ മാത്രം, അത് ലിങ്ക് ചെയ്ത് പഠിക്കാം, ഒരു തവണ മാത്രമേ നമ്മുടെ പ്രിയാമ്പിൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 2021 നിൽക്കുമ്പോൾ ഒരു തവണ മാത്രമേ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി, 42ാം ഭരണഘടനാ ഭേദഗതി, 89, 85 അങ്ങനെ ധാരാളം വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും വരുന്ന ക്ലാസ്സുകളിൽ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആദ്യമായി പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യുന്നത്. എന്താണ് അമെൻഡ് ചെയ്തത്? ഒന്നും ഡിലീറ്റ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, 3 വേർഡ് പ്രിയാമ്പിളിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 3 വേർഡ് ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നുള്ള 3 വേർഡ് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത്. അതായത് 1976 42ാം ഭരണഘടനാ ഭേദഗതിക്ക് മുന്നേ ഈ 3 ടേം നമ്മുടെ പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നുള്ള 3 വേർഡ് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിച്ചു വരുന്ന ഭാഗങ്ങൾ. ഇത് ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഇതിൽ നിന്ന് വരുന്നത്. കാരണം പുതിയതായി ഒന്നും ആഡ് ചെയ്യപ്പെടാത്തൊരു മേഖലയാണ് പ്രിയാമ്പിൾ. കാരണം ഒരു അമെന്റ്മെന്റ് നടന്നിട്ടുള്ളൂ, കേസ് ലോസ് ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഒന്നുകൂടി നമുക്ക് പറയാം, ഫാദർ ഓഫ് ഇന്ത്യൻ പ്രിയാമ്പിൾ എന്നൊക്കെ ചോദിച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഫൗണ്ടർ എന്ന് വെച്ചാലും ജവഹർലാൽ നെഹ്റു ആണ്. വൈ? Because he introduced objective resolution in the Constituent Assembly on January 22nd, 1947, and that objective resolution adopted as a preamble of our Constitution.
4 ഇൻഗ്രീഡിയൻസ് ആണ്. സോഴ്സ് ഓഫ് അതോറിറ്റി, ഫ്രം വേർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗെറ്റ്സ് ഇറ്റ്സ് അതോറിറ്റി എന്ന് വെച്ചാൽ ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നിന്നാണ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് വിശദീകരിക്കുന്നത് എവിടെയാണ്? പ്രിയാമ്പിളാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എവിടെയാണ്? പ്രിയാമ്പിളാണ്. ഡേറ്റ് ഓഫ് അഡോപ്ഷൻ, എന്നാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്, ആ ഡേറ്റ് ഏതാണ്, അത് എവിടെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രിയാമ്പിളിലാണ് ഡേറ്റ് സൂചിപ്പിക്കുന്നത്. ഒറ്റ ഡേറ്റേ ഉള്ളൂ, അത് ജനുവരി 26, 1950 അല്ല, നവംബർ 26, 1949 ആണ് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ഏക ഡേറ്റ്. പിന്നെ ഈ പ്രധാനപ്പെട്ട ഈ 6 ടേമുകൾ ശ്രദ്ധിക്കുക. സോവറിൻ, പരമാധികാരം; സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നം; സെക്യുലറിസം, മതനിരപേക്ഷത; ഡെമോക്രാറ്റിക് എന്നുള്ളത് ജനാധിപത്യം; റിപ്പബ്ലിക് ആയിരിക്കും, കാരണം ഇന്ത്യക്ക് ഒരു ഇലക്ടഡ് ഹെഡ് ഉണ്ട്, അതുകൊണ്ട് റിപ്പബ്ലിക് ആയിരിക്കും. ഫ്രട്ടേണിറ്റി ആണ്, നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത്. സാഹോദര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നതൊക്കെയാണ് ഈ 6 ടേമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വെദർ പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബർബറി കേസിൽ പറഞ്ഞു ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കേശവാനന്ദ ഭാരതി കേസ് 1973 പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. LIC of India case 1995 again reaffirmed that preamble is a part of the constitution. അടുത്തത് Article 368 of the constitution deals with the amendment of the constitution. Whether preamble can be amended. Keshavan, Honorable Supreme Court declared in the Keshavan, pronounced in the Keshavananda Bharati case 1973 that preamble can be amended but subject to basic principles. Basic structure of our constitution should be protected. That can't be amended. ഒരു പ്രാവശ്യം മാത്രമേ നമ്മുടെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ, അത് 1976 അത് 42nd അമെൻമെന്റിലൂടെയാണ്. 42nd അമെൻമെന്റിലൂടെ 1976 അമെൻമെന്റിലൂടെ 3 വാക്ക് നമ്മുടെ പ്രിയാമ്പിൾ ആഡ് ചെയ്തു. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി എന്നുള്ള 3 വാക്ക് കൂടി പ്രിയാമ്പിളിൽ ആഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ക്ലീക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾ 1 തുടങ്ങുകയാണ്, പാർട്ട് 1 തുടങ്ങുകയാണ്. യൂണിയൻ ടെറിട്ടറിയെ കുറിച്ചുള്ള ടെറിട്ടറിയെ കുറിച്ചുള്ള നിർവചനം, അതിനുശേഷം സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള നിർവചനം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ യൂണിയൻ എക്സിക്യൂട്ടീവ് പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭാഗമൊക്കെയാണ് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ, ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ ക്ലാസ്സുകളിൽ മിസ് ചെയ്യാതെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് പോവുക. ഈ ബോർഡിൽ നോക്കി ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യുക. എല്ലാ ക്ലാസ്സും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇംഗ്ലീഷും എല്ലാ ഭാഗവും, മാത്സും അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് എല്ലാ ഭാഗവും ഞങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമായിട്ടും ബന്ധപ്പെടുക. ഇന്ന് നടന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതും ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക. ഇത്രയും കൃത്യമായിട്ട് എഴുതിയെടുത്ത് അത് മനസ്സിലാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻവർഷ ചോദ്യപേപ്പർ നിങ്ങൾ ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കുക. മുൻവർഷ ചോദ്യപേപ്പറുകളിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡേറ്റുകളൊക്കെ കൃത്യമായി എഴുതിയെടുത്ത് കറക്റ്റായി പഠിച്ചു പോകുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.